ഈ ഒറ്റക്കൽ കുരിശ് 16-ാം നൂറ്റാണ്ടിന്റെ ആരംഭ കാലഘട്ടത്തിൽ കുറവലങ്ങാട് പള്ളിയില് ഉയർത്തി നാട്ടുന്നതിനായി ആളുകൾ പരിശ്രമിച്ചിരുന്ന അവസരത്തില് എത്ര സമയം അതിനുവേണ്ടി ശ്രമിച്ചിട്ടും കുരിശിൻ തൊട്ടിയിലേക്ക് എത്തുമ്പോൾ ദൃശ്യവിസ്മയം. ഈ ഒറ്റക്കൽ കുരിശിൽ ചുറ്റുവിളക്കിൽ മാസാദ്യ വെള്ളിയാഴ്ചകളിൽ ആയിരങ്ങളാണ് എണ്ണയൊഴിച്ച് പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി ഈ ദേവാലയത്തിലേക്ക് എത്തുക. അനുഗ്രഹങ്ങളുടെ കൂടാരമാണ് ഈ ഒറ്റക്കൽ കുരിശിൽ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ലഭ്യമാവുക. കുറവലങ്ങാട് മുത്തയ്യമ്മ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കും. 1-ാം തവണ കിഴക്ക് പടിഞ്ഞാറ് ദിശയിൽ ഓടിക്കൊണ്ട് മുത്തയ്യമ്മയുടെ വലിയ പള്ളിയുടെ തിരുനടയിലേക്ക് ഓടിക്കയറിക്കൊണ്ട് കുമ്പിട്ടിരിക്കുന്നു. കിഴക്ക് പടിഞ്ഞാറ് ദിശയിൽ സഞ്ചരിച്ച് കുറവലങ്ങാട് വലിയ പള്ളിയുടെ തിരുമുറ്റത്ത് കപ്പലിത 3-ാം തവണയും കുമ്പിടുന്നതിന് വേണ്ടി മുന്നോട്ട് എത്തിയിരിക്കുകയാണ്. കപ്പൽ പ്രദക്ഷിണം ബൈബിൾ സംഭവങ്ങളുടെ ഒരു പുനരാവിഷ്കരണമാണ്. യോനാ പ്രവാചകന്റെ പുസ്തകം 1-2 അധ്യായങ്ങളിലെ ബൈബിൾ സംഭവങ്ങളാണ് നാം ഇവിടെ അനുസ്മരിക്കുക. അമിത്തായുടെ പുത്രൻ യോനായ്ക്ക് കർത്താവിന്റെ അരുളപ്പാടുണ്ടായി, നീ മഹാനഗരമായ നിനവേയിലേക്ക് യാത്രയാവുക, അവരോട് തങ്ങളുടെ ദുഷ്ടത മതിയാക്കി ദൈവത്തിങ്കലേക്ക് തിരിയാൻ ആവശ്യപ്പെടുക. ദൈവത്തിന്റെ സ്നേഹപൂർവകമായ ദാനമാണ് തന്റെ സ്നേഹത്തിന്റെ പ്രതീകമാകുവാനുള്ള ആഹ്വാനം. ഈ ദൈവിക ആഹ്വാനത്തിന് മറുപടി നൽകാതെ കർത്താവിന്റെ വാക്ക് ധിക്കരിച്ച് യോനാ താർശീശിലേക്ക് കപ്പൽ കയറി. താർശീശിലേക്ക് യാത്രയാകുന്ന കപ്പലിൽ ഓടിക്കയറിയ യോനാ കപ്പലിൽ സ്വൈര്യമായി വിശ്രമിക്കാമെന്ന് കരുതി കപ്പൽ തട്ടിൽ വിശ്രമിച്ചിരിക്കുന്ന സമയമാണ് ദൈവം കടലിലേക്ക് കൊടുങ്കാറ്റിനെ അയക്കുന്നത്. പള്ളിയുടെ മുറ്റം ലക്ഷ്യമാക്കിക്കൊണ്ടാണ് തുടർന്ന് സഞ്ചരിക്കുക. നൂറ്റാണ്ടുകളുടെ ബൃഹത്തായ ഈ കപ്പൽ കൈകളിലും തോളിലുമായി സംവഹിക്കുന്നത് നൂറ്റാണ്ടുകളായി അനുവർത്തിച്ചു പോരുന്ന അഭംഗുരം കപ്പലിലേക്ക് നോക്കിയാൽ കാണുവാൻ കഴിയും. എത്ര ശാന്തമായിട്ടാണ് കപ്പൽ നീങ്ങുക. ആടി ഉലഞ്ഞിരുന്ന കപ്പലിൽ നിന്ന് നറുക്കിട്ട എന്നെ എടുത്ത് കടലിലേക്ക് എറിയുക എന്ന് പറഞ്ഞ യോനാ പ്രവാചകന്റെ യൗനാൻ നിവയായുടെ തിരുസ്വരൂപം കടലിലേക്ക് എറിയപ്പെട്ടിരിക്കുന്നു. കപ്പലിൽ യോനാ പ്രവാചകൻ, യൗനാൻ നിവ്യ ഇല്ല. യൗനാൻ നിവ്യ ഇല്ലാത്ത കപ്പലിന്റെ യാത്രയാണ് തിരിച്ച് വലിയ പള്ളിയുടെ തിരുമുറ്റത്തേക്ക് എത്തിയിരിക്കുക. ദൈവകോപത്തിന് കാരണമായ